യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ചലഞ്ച് ആണ് കേട്ടോ. ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണം? ബിരിയാണി കഴിക്കാൻ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നൂസിന് പനിയായിരുന്നു. അതുകൊണ്ട് പെരുന്നാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. നല്ല ബീഫ് ബിരിയാണി സ്പെഷ്യൽ ബീഫ് നല്ല പോത്ത് ബിരിയാണി. നല്ല സൂപ്പർ സാധനം. ഇത് നല്ല പോത്ത് ഫ്രൈ, അടിപൊളി സാധനം. റോസ്റ്റ് ഫ്രൈ, അച്ചാറ്, അത് അച്ചാറ്, സലാഡ് ഉണ്ട്, അച്ചാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് കൊണ്ടുവന്ന സാധനം അറിയാം? അല്ലല്ല, അവിടെ പോയാ പോയാ പോട്ടെ. സാറേ ആര് പറഞ്ഞു? കൂടുതൽ പറയലുണ്ടോ? ഇത് മറന്നുപോയി. അയ്യോ, ചൂടുണ്ട് തന്നെ. ഞാൻ ചോദിച്ചു എന്റെ തീർന്നു. ഇട്ടതുപോലെ ഇരിപ്പുണ്ട്. 500 ഞാൻ മറ്റോണ്ട് പോകും. രക്ഷയില്ല. ഒറിജിനൽ പോത്ത് മസാലയൊക്കെ ആയിട്ട് നെറ്റിന്റെ രീതിയുണ്ട്. കേട്ടോ, തൂക്കില്ല. തീർന്നോ സാറിന്റെ? ചൂടായോണ്ട് അതിച്ചിടെയാണ് തീരാറായത്. ഇതിന്റെ അകത്ത് ഇച്ചിരി കൂടുതലായിരുന്നു. കൂടുതലൊന്നുമല്ല, രണ്ടുപേർക്കും ഒരേപോലെ തന്നെ എടുത്തത്. തിളച്ചെല്ലാം ഇതാവണം. ചവയ്ക്കണ്ട, ഞാൻ ചോറ് കേട്ടില്ല. പല്ലില്ലെന്ന് പറ, അതാണ് സത്യം. ഞാൻ ജയിച്ചു. എനിക്ക് ഇനി ഇറച്ചി മാത്രമേ ഉള്ളൂ. എനിക്ക് വെള്ളം ഇറച്ചി മൊത്തം കൊല്ലിട്ടല്ല. അതിച്ചിപ്പോ ഉടനെ അടുത്ത പ്ലേറ്റ് എടുക്കും. ഞാനും അതിന്റെ പറക്കി എടുക്കുന്നതായിരിക്കും. ചൂടും കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ഇച്ചിരി പാടും. അല്ലെങ്കിൽ ചൂടെന്ന് പറഞ്ഞാൽ ചൂടോടെ ഇരിക്കണം ബിരിയാണി. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനുള്ള ഡെമ്മ പൊട്ടിച്ച് അപ്പഴേ കൊണ്ടുവന്ന് വെച്ച് എന്തുകൊണ്ടാവെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ തിന്നു നിർത്താ പോരാ. എന്റെ തീർന്നു. ഞാൻ അടുത്ത പ്ലേറ്റ് എടുക്കുക. എടുക്കാൻ പോവാ. ഉണ്ടോ? 2 പ്ലേറ്റായി. ഞാൻ 3ാമത്തെ പ്ലേറ്റ് ഇപ്പം എടുക്കും. ആകെ 1.5 എടുത്തോളൂ. ഞാൻ പകുതി എടുത്തോളൂ. രണ്ടാമത്തെ പ്ലേറ്റിന്റെ അത് നാളത്തേക്ക് വെച്ചേക്കുക. ഇങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. മത്സരത്തിന് വെള്ളം കുടിക്കാൻ പാടില്ല. വീഡിയോക്കൊക്കെ വേണം. ബാക്ക് എനിക്ക് വേണം വെള്ളം. ഈ പന്താൻ കിട്ടുന്നവരാ. ഭാവിക്ക് ഇച്ചിരി വെച്ചോളാം. രണ്ടാമത് എന്താ ചോറ് അതുകൊണ്ടിരിക്കുന്നു. പാടായിരുന്നല്ലേ? അതുകൊണ്ടാ ചോറ് തിന്നാൻ പാടല്ലേ?
അല്ലെങ്കിൽ എപ്പോഴും 2 പ്ലേറ്റ് ഒക്കെ സുഖമായിട്ട് ഇറക്കിയാനേ ഒക്കെ വേറെ സത്യ. ഈ ചോറ് തിന്നാ കേട്ടോ. നമുക്കതാ ഇഷ്ടം പൊച്ചരി ചോറ്. വലിയൊരു ചോറാണെങ്കിലേ തൊണ്ടക്കറി കുരുങ്ങിയിരിക്കും, കണ്ണ് മേപ്പോട്ടാവും. ഇത് മിക്കാറാവൂന്ന തോന്നുന്നത്. രണ്ടാമത്തെ പ്ലേറ്റ് തീർന്നല്ലോ. ഇത്തിരി സ്ഥലം എടുക്കാം. ഇത് വേണ്ടേ ബീഫ് റോസ്റ്റ്? തിന്നിടത്ത് നീ പറഞ്ഞ തീർന്ന കൊള്ള. അപ്പൊ നമ്മളിപ്പോ പിറക്കില്ലേ വെള്ളം കുടിച്ച്, നീ വെള്ളം കുടിച്ച് ഇച്ചിരി പോയിട്ട് വാ. വെള്ളം അതുകൊണ്ടാ ആണ്ടിരിക്കുന്നിടത്ത് കൂടി. ഞാൻ എന്റെ എല്ലാവരും തൊണ്ട ഇരിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. വെള്ളം ഞങ്ങളെ കുടിക്കാം. ആദ്യം എന്തൊക്കെയോ ഇവിടെ ചിലരൊക്കെ പറയുന്നിട്ട് വെള്ളം പറ്റത്തില്ല കുടിക്കാൻ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയത് ഇത്രയും നേരം തൊണ്ട ഇരിക്കുവായിരുന്നു. പതുക്കെ മതി, പതുക്കെ കഴിച്ചാ മതി, സമയമുണ്ടല്ലോ. ഞാൻ 500 രൂപ കിട്ടാനാ നോക്കുന്ന. ചോറല്ലേ നോക്കത്തുള്ളൂ, പീസ് നോക്കുവോ? പീസിന്റെ അളവ് ഇല ഫുള്ള് കാലിയാക്കണം. നക്കി തുടക്കണം. അങ്ങനെ അങ്ങനെയാ. ലാസ്റ്റ് വായാക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ പ്ലേറ്റ് വേണ്ടേ? വേണ്ട, 2 പ്ലേറ്റേ ഉള്ളു ചലഞ്ചിന്. ഇല്ല കൊച്ചു കുഴപ്പമില്ല. എന്റെ ലാസ്റ്റ് വാ. എന്റെ കാര്യത്തിൽ തീരുമാനമായി. വെള്ളം കുടിക്കണമെന്നുണ്ട്, സമയം പോവും. മൊത്തം തീർന്നു. അപ്പഴപ്പം ഇത്രയും പീസ് എടുത്ത് ഞാൻ തന്നെ ആള് കരയുന്നെന്തിനാ? തോറ്റു പോകുന്ന പേടിച്ച് കരഞ്ഞതാ. അങ്ങനെ തോക്കൂല. മിക്കാളും വാപ്പച്ച കൊണ്ടുപോകും. എന്നെ തോപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാല് ഈ ചക്ക ആസ്വദിച്ച് പതുക്കെ കഴിക്കണം. വലിച്ചു വാരി ഒന്നും കഴിക്കേണ്ടത് കണ്ടു പടി. ആസ്വദിച്ച് കഴിക്കണം. ഫസ്റ്റ് ചിക്കൻ കട്ട് ചെയ്യണേ. എന്റെ കാര്യമായി ഇത് ഞാൻ പെടാൻ പോകുന്നതും പീസിരിക്കുക. കയ്യെടുത്ത് മാറ്റ്. പൈസ ആണെങ്കിൽ തരാം. അത് ആശുപത്രി കൊണ്ടുപോകാൻ വയ്യേ. ആംബുലൻസിന് എവിടെ പോണം? ആംബുലൻസിന് എവിടെ പോണം? അതാ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ തീർന്ന് പെട്ടെന്ന് ഒക്കെ.
അത്ത ജയിച്ചു കുറച്ച് അത് എല്ലാ അത് അത്ത ജയിച്ചു. നീ നോക്കണ്ട. ഇതൊക്കെ പഴയ സമയം അല്ല, അത്തയുടെ ഇല നല്ല കാലിയായി. ഇത്. എന്നാലും ചെറിയ വ്യത്യാസത്തിനാണ് വാവി തോറ്റുപോയത്. കുഴപ്പമില്ല. അത് തോറ്റ് കുത്തി കേട്ടിട്ട് എനിക്ക് ഇറക്കാൻ വയ്യായിരുന്നു. കരഞ്ഞു പോയി ഗൈസ്, കരഞ്ഞു പോയി. എന്നാ 500 രൂപ ഇങ്ങോട്ട് എന്തെന്ന് പറഞ്ഞാ 500 രൂപ ചെറിഞ്ഞെടുത്തോളാം. ഇനി ബിരിയാണി മത്സരത്തിന്റെ ആ ഒരു ഇതില് ബിരിയാണിയെ പറ്റി പറയാൻ നമ്മൾ മറന്നുപോയി. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ബിരിയാണി നല്ല നല്ല അടിപൊളി സാധനം, സൂപ്പർ ബിരിയാണി. നല്ല മസാലയൊക്കെ കണക്കിന്, മസാലയും ചൂടും നല്ല ഇളം ചൂട് ചൂടുണ്ടായിരുന്നല്ലോ. കഴിച്ചതാ. അത് നമ്മൾ ചെറിയൊരു പങ്ക ചൂടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഇതായി പോയത്. ചൂടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ തിന്നാൻ പറ്റി. അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് കാരണം മിക്കവാറും ചാനൽ പൂട്ടേണ്ടി വന്നാല്. കുഴപ്പമില്ല, നമ്മൾ സാധാ റോട്ടിൽ കിടക്കുമല്ലേ, നമ്മൾ വിളിച്ച് വിട്ടേക്കല്ലോ. ഒരിക്കലും വിചാരിച്ചില്ല വാപ്പച്ചി ജയിക്കുമെന്ന്. വെറൈറ്റി ചലഞ്ചസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും കൂടി ഇഷ്ടമായിട്ടായിരിക്കുന്നു. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പൊ ബൈ ബൈ, ടാറ്റാ, ഓക്കേ.